അതുപോലെ തന്നെ സുധിച്ചേട്ടനായിട്ട് ഭയങ്കര ഒരു ആത്മബന്ധമുള്ള പിന്നെന്താ തീർച്ചയായിട്ടും കാര്യം എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഇപ്പം ഞാനിപ്പോഴും അന്നും ഇന്നും പറയുന്ന ഒരു കാര്യം തന്നെയാണ് സുധിച്ചേട്ടൻ. ഞാൻ ആ സമയത്ത് സീരിയലുകൾ ചെയ്യുന്നുണ്ടെങ്കിലും സ്റ്റാർ മാജിക്കിൽ പലപ്പോഴും ഡേറ്റ്സ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു അന്ന് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ നോബിയുണ്ട്, തങ്കച്ചനുണ്ട്, പിന്നെ അവരവരെ എല്ലാവരും നെൽസൺ ചേട്ടനുണ്ട്, എല്ലാവരും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും സുധിച്ചേട്ടൻ എന്നോട് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിരുന്നു. കാര്യം എൻ്റെ അടുത്ത് പറയും, എന്നെ വിളിച്ചിട്ടാണ് പറയും, നവീമോനെ നീ എന്താ വരാഞ്ഞത് കഴിഞ്ഞ ഷെഡ്യൂള്. അപ്പം ഞാൻ പറയും ഇങ്ങനെ ചേട്ടാ ഷൂട്ട് ഉണ്ടായിരുന്നു. എടാ ഇതൊന്നാമത് തന്നെ നമ്മുടെ സ്റ്റാർ മാജിക് അന്ന് ടമാർപ്പടാറായിരുന്നു കേട്ടോ. എല്ലാവരും കാണുന്ന നിന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. പിന്നെ ഞാൻ നവീൻ കൂട്ടാ ഞാനിങ്ങനെ സിനിമ ചെയ്യാൻ പോകുമ്പോഴൊക്കെ നിന്റെ കാര്യം ചോദിക്കാറുണ്ട്, കൊള്ളാല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരിക്കലും ഇത് മിസ് ചെയ്യരുത്, കാര്യം നിനക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് കിട്ടുന്ന ഒരു ഷോ ആണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് സുധിച്ചേട്ടനാട്ടാ. പിന്നെ സുധിച്ചേട്ടനായിട്ട് എനിക്കതിൽ കുറേ സ്കിറ്റുകളൊക്കെ ചെയ്യാൻ പറ്റും. ഒരു ബോക്സിങ് സ്കിറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഭയങ്കര രസമായിരുന്നു അന്നത്തെ. ബുദ്ധിമുട്ട് തോന്നിയോ? പിന്നെ ഉറപ്പായിട്ട് ബുദ്ധിമുട്ട് തോന്നില്ല, കാര്യം നമ്മള് സീരിയൽ ചെയ്യണ പോലെയല്ല. ഏറ്റവും വലിയ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ സ്കിറ്റ് ചെയ്യുമ്പോൾ ഇവർ ഏറ്റവും വലിയ നമ്മൾ ഈ ഗ്രീൻ റൂമിൽ ഇരുന്നിട്ട് നോബിയായാലും ആസീസ് നെൽസൺ ചേട്ടൻ ഇവരെല്ലാവരും ഇങ്ങനെ ബിനു ചേട്ടൻ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇവരിങ്ങനെ സ്കിറ്റ് പറയുമ്പോൾ നമ്മളിങ്ങനെ ഇതൊക്കെ. അപ്പോൾ എൻ്റെ അടുത്ത് പറയും നോബി ചേട്ടനെ പറഞ്ഞ ഈ മറ്റേ ക്യാരക്ടർ നമുക്ക് ഇവന് കൊടുക്കാം അല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ പറയാം ആണോ അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പറയും, എടാ ഞങ്ങൾ ഇതിങ്ങനെ ഈ മാറ്ററുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇതാണ് നിന്റെ ഡയലോഗ് കേട്ടോ, നീ അപ്പോൾ ആ സമയത്ത് ഇടയിൽ കയറിയിട്ട് ഇത് പറയണം കേട്ടോ എന്ന് പറയും. ഞാൻ പറയും പറയാം. അപ്പോൾ ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഇംപ്രവൈസ് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കും. ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് ഇവർ ആ ഗ്രീൻ റൂമിലിരുന്ന് നമുക്ക്. അപ്പം ഞാൻ അളിയനിത് പറയുമ്പോൾ ഞാനിത് പറയും, അപ്പോൾ മറ്റേ അസീസ് പറയും ഞാനിത് പറയും. അപ്പോൾ ഇങ്ങനെ ഇവരിങ്ങനെ പ്ലാൻ ചെയ്ത് ഭയങ്കര രസമായിട്ട് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കും. അപ്പം ഞാനെന്ന് വെച്ചാൽ ന്യൂട്രൽ എൻ്റെ ഡയലോഗ് ഞാൻ ഫോണിൽ എഴുതി വെക്കും, ഇതാണ് എൻ്റെ ഡയലോഗ് എന്നുള്ള രീതിയിൽ. സ്കിറ്റ് തുടങ്ങി എൻ്റെ പൊന്നെ ഏറ്റവും വലിയ രസം സ്കിറ്റ് നമ്മളിങ്ങനെ സ്കിറ്റൊക്കെ കളിച്ച് അവരങ്ങനെ തുടങ്ങും. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന ഭാഗം വരുമ്പോഴാണ് കേട്ടോ നിൻ്റെ ഇത് കയറി നീ പറയണ്ടെന്ന് പറയും. ഇവർ ഈ സ്കിറ്റ് കളിച്ച് ആ ഭാഗം എത്തുമ്പോഴേക്കും അവരത് ഡൈവേർട്ട് ചെയ്ത് വേറെ സ്ഥലത്തോട്ടൊക്കെ പോകും. കാര്യം ഇപ്പുറത്തെ ആൾ വേറെ ഒരു മാറ്റർ പറയുന്നു, പിന്നെ അതിൽ പിടിച്ച് വേറെ. ഞാനിവിടെ ഡയലോഗ് പറയാൻ വേണ്ടിക്കണേ ഇപ്പൊ പറയാം അത് എനിക്ക് പറയാനേ പറ്റില്ല. കാര്യം ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇംപ്രവൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ഫ്ലോറിലാണെങ്കിലും അവരതിങ്ങനെ ഞാനിതിങ്ങനെ ആ കറക്റ്റ് സ്ഥലത്തെത്തുമ്പോൾ ഇവർ ഡൈവേർട്ട് ചെയ്ത് വേറെ സ്ഥലത്തോട്ടൊക്കെ. അപ്പം ഞാൻ ഇങ്ങനെ പെട്ടെന്നായിരിക്കും ഇവർ ആ മാറ്ററിലോട്ട് എത്തണത്. അപ്പം ഞാനിതുപോലെ തന്നെ വടിവടിങ്ങി ഇങ്ങനെ ഇരിക്കും. അപ്പം എൻ്റെ അടുത്ത് ഡയലോഗ് പറയണോ എന്ന് പറയും. ഞാൻ പറയാം ഡയലോഗും മറന്നു പോകും, എല്ലാം മറന്നു പോകും. ഇവരുടെ ഒപ്പം നിൽക്കുക എന്ന് പറയുന്നത് നമുക്ക്, ഞാൻ പറഞ്ഞു ഇത് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഈ സീരിയൽ ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ ഇവരുടെയൊക്കെ ഒരു പാറ്റേൺ പറയണം. ഇവർ ഭയങ്കര ലൈവാണ്, ഇവർ ഭയങ്കര രസമാണ് ഇവരൊപ്പം വർക്ക് ചെയ്യാൻ. അവരോടൊപ്പം വർക്ക് ചെയ്ത് ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു മെമ്മറി എന്തായിരിക്കും? മറക്കാനാവാത്ത മെമ്മറി എന്ന് വെച്ചാൽ ഞാൻ സ്കിറ്റുകൾ മറക്കാനാവാത്തെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. കാര്യം ഇപ്പം ഞാൻ സുധിച്ചേട്ടനായിട്ട് ചെയ്ത സ്കിറ്റ്, ഒരു ബോക്സിങ് സ്കിറ്റ്, അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ ഒരു നാടകം ചെയ്തിട്ടുണ്ടായിരുന്നു. നാടകത്തിനെ കണക്ട് ചെയ്തിട്ടുള്ള ഇത്, അതായത് ഒരു നാടകം നടക്കുമ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളില്ലേ, അവിടെ ഉണ്ടാവുന്ന കാര്യങ്ങൾ ഇടയ്ക്ക് വെച്ച് ഒരാൾ ഇതുപോലെ തന്നെ ഇതിപ്പോൾ നാടകത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്നല്ല ഞാൻ പറഞ്ഞ, കോമഡി ആയിട്ട് കയറ്റിയത് വെള്ളം അടിച്ചിട്ട് അവസാനം നമ്മുടെ ക്യാരക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അങ്ങനെ രസമായിരുന്നു അത്. ആ നാടകത്തിൻ്റെ സ്കിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ പിന്നെ ജിഷിനായിട്ടുള്ളൊരു ഗെയിം ഉണ്ടായിരുന്നു, അത് എപ്പോഴും വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. പിന്നെന്താ പറയാ, മെമ്മറീസ് സ്റ്റാർ മാജിക് അയ്യോ എനിക്ക് ഒത്തിരി. ഞാൻ പറഞ്ഞില്ല എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് എന്നെ ഇഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ എന്താ പറയുക എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയൊരു വേദിയും കൂടെയാണ്. കാരണം എനിക്കെപ്പോഴും ലൈവായിട്ടുള്ള ഷോസാണ് ഇഷ്ടം, റിയാലിറ്റി ഷോസാണ് എനിക്കിഷ്ടം. എന്ന് പറഞ്ഞാൽ സീരിയൽ ഇഷ്ടം അല്ല എന്നല്ല പറഞ്ഞത്, പക്ഷെ അതാകുമ്പോൾ നമുക്ക് നമ്മളുടെ കഴിവുകൾ കാണിക്കാനും പെട്ടെന്നായിരിക്കും. ഇപ്പൊ സ്റ്റാർ മാജിക് തന്നെ എന്നെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിച്ചതിന് കയ്യും കണക്കൂല. എവിടാ ഏറ്റവും കൂടുതൽ ഡാൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഓടുന്ന ആള് ഞാനാണ്. ഡാൻസ് എന്താണെന്നറിയോ, കൈ പോണ സ്ഥലത്ത് കാലും പോകില്ല, കാല് പോണ സ്ഥലത്ത് കൈയും പോകില്ല. ആ ടൈമിങ് ഞാൻ എൻ്റെ അടുത്ത് നോബിയൊക്കെ പറഞ്ഞ് കളിയാക്കും. ഇവന്റെ ഡാൻസ് സ്റ്റെപ്പിനനുസരിച്ച് ഇവനിപ്പോൾ എങ്ങനെ സ്ലോ ആയി കഴിഞ്ഞാൽ ആ പാട്ടും അതുപോലെ സ്ലോ ആക്കി കൊടുക്കണമെന്ന് പറയും. കാര്യം പാട്ട് ഓൾറെഡി ഇങ്ങനെ പ്ലേ ചെയ്ത് പോകില്ല, പക്ഷെ നമ്മൾ അതിനൊപ്പം പോയില്ലെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ തീർന്ന്. അപ്പൊ പിന്നെ
നമ്മുടെ കയ്യിൽ നിന്ന് പോകും ഈ സാധനം. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഡാൻസ്, പാട്ട്, ഗെയിംസ് കുറേ എന്താ നല്ല പറയുക രസകരമായ മൂമെന്റ്സ് എന്നൊരു ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്താണ് ഇപ്പൊ രേണു സുധീന്റെ ഒരു വിഷയം നിൽക്കുന്നുണ്ടല്ലോ, അപ്പൊ കാണാൻ പോയിരുന്നു രേണു സുധി? രേണുവിനെ ഞാൻ കോണ്ടാക്ട് ഉണ്ട്. രേണു എന്നെ ഒരു 2 വീക്സ് മുമ്പ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്, കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്. പിന്നെ അത് മാത്രമല്ല, ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡിൽ ഞാൻ കണ്ടായിരുന്നു രേണു അതിലൊരു സ്കിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നും അന്ന് പിന്നെ ഈ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിലും ഒക്കെ പിന്നെ രേണുവിൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ കാണാറുണ്ട്. ഇപ്പം കുറച്ച് പ്രശ്നം കാണാൻ പോയിട്ടോ? ഇല്ല, ഞാനിപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. പോകണം, എന്തായാലും ഒന്ന് കാണാൻ പോകണം.